മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത തെറിവാക്കുകളാണ് എന്നെ വിളിച്ചത്. രാഹുൽ ദാസ്, ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? പല കാര്യങ്ങൾ അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച് പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തു. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കേണ്ട, ആരും നല്ലതാകണം ശ്രമിക്കേണ്ട. ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റമൊന്നും ചെയ്യണ്ട. രാഹുൽ ദാസിന്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എന്റെ ലിസ്റ്റ് ഉണ്ട്. പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എന്റെ ഉണ്ട്. ആ വിവരം കൃത്യമായിട്ടും കൊടുത്തേച്ചാൽ മതി. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. പ്രായത്തിന്റെ അല്ല, അഹങ്കാരം അങ്ങനെ തന്നെ കൊടുത്തോളൂ. ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. അത് രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്. വേണമെങ്കിൽ ഇവിടെ വന്ന് ജീവിക്കാം. നീ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായിട്ട് നീ ജീവിക്കാനാണ് എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളത്. മാടപ്പള്ളിയിലോ പ്ലാന്തോട്ടത്തിലോ അഹങ്കാരം കാണിക്കാൻ വരികയും ചെയ്യണം. ഈ വസ്തുവിന് ഉടമസ്ഥൻ ഞാനായി. ഇവിടെ വന്ന് ബഹളം എടുക്കാനോ ശല്യം എടുക്കാനോ ഒന്നും വരണ്ട. അവൻ അവന്റെ കാര്യം നോക്കി ജീവിക്കട്ടെ. ആ സഹോദരി അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ കേട്ടല്ലോ അല്ലേ? എല്ലാവരും തന്നെ ഇതിനോടകം ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ കുറച്ച് സംസാരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 2 വീഡിയോസായിട്ട് കിച്ചുവിന് വേണ്ടി ഘോരം ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ആസ് എ വ്യൂവർ എന്ന നിലയിൽ നമുക്കറിയില്ല അവരുടെ വീട്ടിലല്ല അവിടെ, അല്ലെങ്കിൽ പക്ഷേ ഒരു അച്ഛൻ ഒരു എന്താ പറയുക, ദൈവത്തെ സേവിക്കുന്ന ഒരാൾ വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പം അത് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം കിച്ചു അവൻ്റെ അമ്മേനെക്കുറിച്ച് എന്താ പറയുക, അവനെതിരെ ഇത്രയും ആൾക്കാർ വന്നത് കൊണ്ട് മാത്രമാണ് അവൻ്റെ അമ്മേനെ കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അമ്മയോട് ഞാൻ എന്തുകൊണ്ടാണ് വിളിക്കാത്തത് അല്ലെ കാണാൻ പോകാത്ത എന്താണെന്നുള്ള റീസൺ മാത്രമാണ് അവൻ പറഞ്ഞത്. അല്ലാതെ രേണു അങ്ങനെ ആയതുകൊണ്ടോ അല്ലെങ്കിൽ രേണു ഇങ്ങനെ ആയതുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല അവൻ പറഞ്ഞത്. ഓക്കെ, അതിന് അവൻ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണ്, അവൻ രേണുവിൻ്റെ അവിടെ വന്നിട്ട് അല്ലെങ്കിൽ രേണുവിൻ്റെ വീട്ടിൽ വന്നിട്ട് രേണുവിനെ അടിച്ചിറക്കാൻ വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ അവിടെ ഉള്ളവരെ അടിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അച്ഛൻ സംസാരിക്കുന്നത്. എനിക്ക് വളരെയധികം വിഷമം തോന്നി. എന്താ പറയുക, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഈ തെറ്റുകളൊന്നും മാഞ്ഞു പോകത്തില്ല. അല്ലെങ്കിൽ ഒരു അസുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെയ്ത തെറ്റുകളൊന്നും ഒരിക്കലും മാഞ്ഞു പോകില്ല. അത് പോകണമെങ്കിൽ അത് പശ്ചാത്താപം ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു തെറ്റിൻ്റെ രീതിയിലേക്ക് വീണ്ടും പോകാതിരിക്കുക. ഇവിടെ അവരെന്താ ചെയ്യുന്നത്, ഈ ഒരു അസുഖ കിടക്കയിൽ കടന്നുകൊണ്ട് തന്നെ കിച്ചുവിനെ കരിവാരി തേക്കുകയാണ്. ഇവിടെ ഒരിക്കലും രേണുവിനെ കിച്ചു വന്ന് കരിവാരി തേക്കുകയല്ല ചെയ്തത്. 11 വയസ്സ് മുതൽ എന്നെ നോക്കിയിട്ടില്ല, 11 വയസ്സ് മുതൽ ഞാൻ നോക്കിയിട്ടുള്ള കുട്ടി എന്നെ നോക്കാൻ വന്നില്ല എന്ന് ആരാണ് ആദ്യം സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത്. ആ ഒരു സംഭവം, ആ ഒരു വാക്കിന് ശേഷം ഒരുപാട് പേര് കിച്ചുവിനെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. അതായത് കിച്ചു ഒരിക്കലും നേരെ വന്നിട്ട് ഇതുകൊണ്ടാണ് അങ്ങനെയാണെന്നൊന്നും അല്ല പറഞ്ഞത്. അവനിട്ട വീഡിയോ എങ്ങനെയാണ്, വേറൊരാൾ റിയാക്ട് ചെയ്യുന്നതിനോട് റെസ്പോണ്ട് ചെയ്യുകയാണ് ചെയ്തത്. അതായത് അവൻ പറഞ്ഞു, കിച്ചു നീ പോയി നോക്കണം അമ്മേനെ, അല്ലെങ്കിൽ നീ അമ്മയുടെ സ്നേഹം നീ മനസ്സിലാക്കണം, മറ്റതാണോ മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഒരാൾ വന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എതിരെ അല്ലെങ്കിൽ അയാൾക്ക് കൊടുത്തൊരു മറുപടിയാണ്, അല്ലാതെ ഒന്നുമല്ല. പിന്നെ കിച്ചു കാണിച്ച ആ ഒരു വീഡിയോ എന്താണ്, രേണു തന്നെ വന്ന് കാണിച്ച, സബ്സ്ക്രിപ്ഷനിൽ വന്ന് കാണിച്ചൊരു സാധനമാണ് കിച്ചു കാണിച്ചത്. ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാരണമാണ് ഞാൻ അതിനുശേഷം ഞാൻ എല്ലാം ക്ലോസ് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പിൽ കൂടെ പറയായിരുന്നു, അല്ലെങ്കിൽ നേരിട്ട് വിളിച്ച് പറയായിരുന്നു. അത് തന്നെയാണ് ഞാൻ ചോദിക്കാനുള്ളത്. രേണുവിന് വാട്സപ്പിൽ കൂടെ പറയായിരുന്നു, അല്ലെങ്കിൽ നേരിട്ട് വിളിച്ച് പറയായിരുന്നു? ഓൺലൈനിൽ വന്നിട്ടാണോ പറയണ്ടേ, അല്ലെങ്കിൽ യൂട്യൂബിൽ വന്നിട്ടാണോ അവർ പറയേണ്ടത് എന്നെ നോക്കാൻ വരുന്നില്ലെന്നുള്ളത്? നീ എന്തുകൊണ്ട് എന്നെ നോക്കാൻ വരുന്നില്ല എന്നുള്ളത് വാട്സപ്പിൽ ചോദിക്കായിരുന്നു അല്ലേ? അച്ഛൻ ചുമ്മാ കഥ അറിയാതെ ആരൊക്കെയോ പറഞ്ഞു തന്ന കുറേ കോമാളിത്തരങ്ങൾ കേട്ടുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. പിന്നെ ഒരുപാട് ഇപ്പോൾ ഒരു ഞാൻ പറയട്ടെ, നമ്മൾ ഇപ്പോൾ ഈയിടെ 1.5 വയസ്സുള്ള ആ കുട്ടീനെ ക്രൂരമായിട്ടുള്ള കൊന്ന വ്യക്തി, ആ വ്യക്തിക്ക് നാളെ ക്യാൻസർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അയാൾ ചെയ്തത് ഒക്കെ സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞാൽ അയാളെ സപ്പോർട്ട് ചെയ്യുമോ? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അയാളെ സപ്പോർട്ട് ചെയ്യുമോ? ഇല്ലല്ലോ, ഇല്ല, ഒരിക്കലും ഇല്ല. ഇവിടെ രേണു ചെയ്യുന്നത്, രേണു തന്നെയാണ് രേണുവിനുള്ള കുഴി മാന്തിയതെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ
കിച്ചു ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒറ്റപ്പെട്ട് ഒരു റൂമിലിരുന്ന് ഞാൻ അത്രയും അനുഭവിച്ചപ്പോൾ ഞാൻ പല സംഭവങ്ങളും കഞ്ചാവ് യൂസ് ചെയ്തിട്ടുണ്ട്, കള്ള് കുടിച്ചിട്ടുണ്ട്. കഞ്ചാവും കള്ളും ഒക്കെ അല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും അവന് ആരുമില്ല. അവൻ്റെ സ്വന്തം അച്ഛനോട് പോലും സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അവൻ അത്രയല്ലേ ചെയ്തുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയല്ലേ ചെയ്തുള്ളൂ. അവനിപ്പോൾ ആ ഒരു സംഭവത്തിൽ നിന്നൊക്കെ തിരിച്ചു വന്നു. അവന് ചോദിക്കാനും പറയാനും ആരുമില്ല. അവന് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലേ. ഉണ്ടായിരുന്ന ഒരു അച്ഛൻ പോലും ഇപ്പോൾ അവൻ്റെ കൂടെ എത്തിയില്ല. അപ്പോൾ അവൻ അതിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങി യൂട്യൂബിൽ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഇച്ചിരി വളർന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവന് യൂട്യൂബിലൊക്കെ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനോഗ്രേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്രാൻഡ് തുടങ്ങി. അപ്പം ഒബ്വിയസ്ലി അവിടെ രേണുവിന് പിടിക്കുന്നില്ല. അത് തന്നെയാണ്, അല്ലാതെ ഇവിടെ വേറെ ഒരു പ്രശ്നവുമില്ല. രേണു തന്നെയാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നത്. ഇന്ന് രേണു മനുഷ്യരിൽ നിന്ന് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് രേണു ചെയ്തതിൻ്റെ ഫലം തന്നെയാണ്. അച്ഛൻ അവരും പറയുന്നത് കേട്ടിട്ട് വന്ന് സംസാരിക്കാൻ നിൽക്കാതെ സോഷ്യൽ മീഡിയയിൽ എന്താണ് നടക്കുന്നതെന്ന് ഒന്ന് കയറി കാണുക. അച്ഛൻ തന്നെ ഇപ്പൊ പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു വീഡിയോ വെച്ചത്. അവൻ അവന്റെ കാര്യം നോക്കി ജീവിക്കട്ടെ, ആ സഹോദരി അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടല്ലോ. രേണുസുതി യൂട്യൂബിൽ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മരിച്ചാൽ പോലും എന്നെ നീ കാണാൻ വരരുത് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരത്തി ഇപ്പൊ വളരെ ഡിപ്രഷനിലൂടെ പോകുന്നത്. അത് എനിക്ക് നല്ലതുപോലെ അറിയാം. ഒരു അമ്മയും മകനുമാണെങ്കിൽ അത് വീട്ടിൽ വെച്ച് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ്. അതങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിലൂടെ മറ്റുള്ളവർക്ക് വിമർശിക്കാൻ ഒരു അവസ്ഥ പറഞ്ഞത്. ആരാണ് ഇവിടെ തുടങ്ങി വെച്ചത്? ആരാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് തുടങ്ങി വെച്ചത്? രേണു തന്നെയാണ് തുടങ്ങി വെച്ചത്. എന്നിട്ട് അവൻ ഇത് കാണിച്ചപ്പോൾ അവൻ വാട്സപ്പിലൂടെ തന്നെ, അതായത് അവൻ്റെ അമ്മ സബ്സ്ക്രിപ്ഷനിൽ വീഡിയോ കാണിച്ചപ്പം നമ്മളെല്ലാവരും വിമർശിച്ചിരുന്നു അല്ലേ. നമ്മൾ ഈ പറയുന്ന എല്ലാ ആൾക്കാരും വിമർശിച്ചിരുന്നു. ആ വിമർശിച്ച സമയത്തും അവന് വേണമെങ്കിൽ വന്നിട്ട് ഒരു വീഡിയോ ഇടായിരുന്നു. വീഡിയോ ഇട്ടാൽ അവന് നല്ല റീച്ച് അതിന് കയറുമായിരുന്നു. അമ്മ എന്തുവായി കാണിക്കുന്നത്, ഇനി മുതൽ അവരെൻ്റെ അമ്മയല്ല, അവന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമായിരുന്നു. പക്ഷെ അവൻ അങ്ങനെ ഒന്നും ചെയ്തില്ല. അവൻ എന്ത് ചെയ്തു? അവൻ വാട്സപ്പിലൂടെ അവർക്ക് മെസ്സേജ് അയക്കുകയാണ് ചെയ്തത്, അല്ലാതെ വീഡിയോ ഇടുകയോ ഒന്നുമല്ല. ഇന്ന് നാട്ടുകാരെല്ലാവരും കൂടെ അവനെ കൊത്തിപ്പറിക്കുമ്പോഴാണ് അവൻ വീഡിയോ ഇട്ടത്. ആക്ച്വലി എനിക്കിപ്പോൾ പറയാനൊരു കാര്യമേ ഉള്ളൂ. ഇതെല്ലാം മുകളിലിരുന്ന് സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആത്മാവെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുക തന്നെയാണ്. എനിക്കതിൽ വിശ്വാസമില്ല, പക്ഷെ ഉണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഈ പറയുന്നവർക്കൊക്കെ തന്നെ ആ ആത്മാവ് കൊടുക്കാൻ പറ്റുന്നതൊക്കെ കൊടുക്കും. കാരണം ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഇല്ലാത്ത ആ കുട്ടീനെയാണ് ഇങ്ങനെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാല് അല്ലേ. ആ കുട്ടിക്ക് കിട്ടിയ വീട്ടിൽ കൂടെയാണ് രേണു കയറി കിടക്കുന്നത്. ആ കുട്ടിക്കും അവന്റെ അനിയനും കൂടെ കിട്ടിയ വീടാണ്, അല്ലാതെ രണ്ടാം ഭാര്യയ്ക്ക് കിട്ടിയ വീടല്ല. ഓക്കെ, അപ്പം ആ ഒരു ആത്മാവ് കാണുന്നുണ്ടെങ്കിൽ ഈ പറയുന്നവർക്കൊക്കെ ഇനിയും കിട്ടും. അന്ന് ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉറപ്പായിട്ടും ഞാൻ വീഡിയോ ആയിട്ട് വരും. സീരിയസ്ലി, ഞാനിപ്പം ഇത് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഒരു ആത്മാവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കാണട്ടെ, ഇത് കാണുക തന്നെ വേണം. അല്ലെങ്കിൽ ആ ആത്മാവ് കൊടുക്കാനുള്ളത് കൊടുക്കും, സീരിയസ്ലി. കാരണം റിഫ എന്ന് പറയുന്ന ഒരു റിഫ മഹനാസിന്റെ മരണത്തിന്റെ കാര്യമായ ജൂഹിയുടെ ചാനൽ കാണുന്നവരല്ലെങ്കിൽ ആ ഒരു സംഭവം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവർ പറയുന്നുണ്ട്, കള്ളക്കടത്തില് രേണുസുതി അറിയാതെ അകപ്പെട്ടു പോയിട്ടുണ്ട്, അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. ആ ഒരു കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ അസുഖവും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് തന്നെ മാറും. അതുപോലെ തന്നെ സുധിയുടെ ആത്മാവ് ഇപ്പൊ കിച്ചുവിന്റെ കൂടെ തന്നെ ആത്മാവുണ്ടെങ്കിൽ ഈ പറയുന്നവർക്കൊക്കെ, ഈ സപ്പോർട്ട് പറയുന്നവർക്കൊക്കെ കിട്ടും. അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ നമുക്ക് എന്തായാലും ബാക്കിയും കൂടെ കണ്ടു നോക്കാം. മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത തെറിവാക്കുകളാണ് എന്നെ വിളിക്കുന്നത്. നാടക നടിയല്ലേ രേണുസുതി? നാടക നടിയല്ലേ? ബിഗ് ബോസിനകത്തോട്ട് കയറി ചെന്നപ്പോ എന്തോ പറഞ്ഞത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. സുജിയേട്ടാ ഞാൻ വന്നു. ഞാൻ സിംഗിൾ ജീവിതം നയിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ചുമ്മാ സൈബർ ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ എനിക്ക് മക്കളെ തരണ്ട. ഞാനൊരു സ്ത്രീ വിരോധിയുമല്ല, ഞാനൊരു ഗേയുമല്ല, ഞാനൊരു പുരുഷനാണ്. മനുഷ്യൻ കേൾക്കാൻ തോന്നലുണ്ടായിരുന്നോ?
വാസ്തവത്തിൽ ഞാനും രേണു സുധിയും തമ്മിൽ വ്യക്തിപരമായിട്ട് ഇന്ന് വരെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. മുഖാമുഖം ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ഇവിടെ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന മീഡിയ, നിങ്ങൾ കേട്ട സോഷ്യൽ മീഡിയ കണ്ടതുപോലെ നിരവധി ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുമ്പോൾ അതിന് പറഞ്ഞ ഉത്തരങ്ങളിലൂടെയാണ് ഞാനും രേണു സുധിയും തമ്മിൽ ആ ശത്രുത ഇത് സോഷ്യൽ മീഡിയയുടെ മണ്ടയിലേക്ക് കൊണ്ട് വെക്കല്ലേ അച്ഛാ പ്ലീസ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് സജീനയുടെ വ്ലോഗിലൂടെ വന്നിട്ട് രേണുസുതി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് രേണുസുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സജീനയുടെ വ്ലോഗിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ അച്ഛൻ, എനിക്കത് പറയാൻ താല്പര്യമില്ല ബിക്കോസ് നിങ്ങളൊരു പുരോഹിതനാണ്, അപ്പോൾ ആ അച്ഛനെ വിശപ്പല്ല അറിയാലോ ഇതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് രേണുസുതി നേരിട്ട് പറഞ്ഞതല്ലേ? അതായത് സോഷ്യൽ മീഡിയക്കാരുണ്ടാക്കിയതാണോ? ഞാൻ മീഡിയയിലെ ആൾക്കാരാണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയതാണോ അച്ഛനെ തെറി വിളിച്ചത്? അല്ലല്ലോ. അച്ഛനെ വന്ന് മറ്റേ സജീനയുടെ വ്ലോഗിലൂടെ വന്ന് വിളിച്ചത് ആരാണ്? സോഷ്യൽ മീഡിയക്കാരാണോ? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഇന്റർവ്യൂയിലൂടെയാണോ രേണു വിളിച്ചത്? ഒരിക്കലുമല്ല. അച്ഛൻ ഇതൊന്നും മറന്നു പോവരുത് പ്ലീസ്. എനിക്കിപ്പോഴും പറയാനുള്ളത്, രേണു അല്ലെങ്കിൽ രേണുവിന്റെ കൂട്ടാളികളും പറയുന്നത് കേട്ടിട്ട് മാത്രം ഒരു വീഡിയോ ചെയ്യാൻ പാടില്ല. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അച്ഛൻ കാണുക. അതായത് ആർക്കും തെറ്റ് പറ്റാം, അതുപോലെ തന്നെ രേണുവിനും ചിലപ്പോൾ തെറ്റ് പറ്റിയതായിരിക്കും. പക്ഷെ എങ്ങനെ വീണ്, നമ്മളൊരു കുഴിയിൽ വീണ് കിടക്കുമ്പോൾ നമുക്കൊരു വീണ്ടു വിചാരം ഉണ്ടാവണം. എന്തുകൊണ്ടാണ് ഞാൻ ഈ കുഴിയിൽ വീണത്, എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു വീണ്ടു വിചാരം നമുക്ക് ഉണ്ടെങ്കിലേ നമുക്ക് ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ കുഴിയിൽ വീണത് അല്ലേ? ഇപ്പോഴും ആ കുഴി കിടന്നുകൊണ്ട് ആർക്കിട്ടൊക്കെ വെക്കാവോ അത്രയും വെച്ചോണ്ടിരിക്കുന്നത് ശരിയാണോ? എനിക്ക് തോന്നുന്നില്ല അത് ശരിയായിട്ടുള്ള കാര്യം. ഈ സോഷ്യൽ മീഡിയയിൽ റിയാക്ട് ചെയ്യുന്ന ഞാൻ അടക്കമുള്ള ആൾക്കാർ അവരെ കുറിച്ചുള്ള വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നോ? അവര് കിച്ചുവിനെതിരെ വന്നതിന് ശേഷമാണ് ഇപ്പൊ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ വീഡിയോ ചെയ്യും കാരണം ഇനി ഞാൻ വീഡിയോ ചെയ്യും. കാരണം കിച്ചുവിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ഇനി വീഡിയോ ചെയ്യും. അല്ലെങ്കിൽ അവൻ പണ്ട് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റതുണ്ട് മറിച്ചതുണ്ടെന്ന് വെച്ചിട്ട് അവനെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. തെറ്റുകളും കുറ്റങ്ങളും എല്ലാവർക്കും പറ്റും. പക്ഷെ അവൻ അത് തിരിച്ചറിഞ്ഞ് അവൻ നേർവഴിക്ക് വന്നു. രേണു ഇപ്പോഴും ആ കുഴി കടന്നുകൊണ്ട് തന്നെ അവനിട്ട് പണിയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കണ്ടന്റുകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കണ്ടന്റ് നമ്മളാരും അവരുടെ വീട്ടിൽ പോയിട്ട് കണ്ടന്റ് എടുത്ത് ചെയ്യുവോ അല്ലെങ്കിൽ ഒളി ക്യാമറ വെച്ചിട്ട് കണ്ടന്റ് എടുത്തിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുവോ അല്ല. ഇവർ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി എന്നെ പോലെ ഒരുപാട് ആൾക്കാരെ അവരുടെ വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു അല്ലെ? അതായത് നമുക്ക് പൈസ കൊടുത്ത്, അതായത് സീക്രട്ട് ഏജന്റ് ഒക്കെ കൊടുത്ത പോലെ നമുക്ക് പൈസയും കാര്യങ്ങളും ഒന്നും കൊടുക്കാനില്ലായിരുന്നു. പക്ഷെ നമുക്ക് എന്താണ്, അവരിടുന്ന വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു $1 കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ എത്ര പേര് കണ്ടിട്ടുണ്ടാവും? അങ്ങനെ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഷഫീന ബീബി പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് എനിക്ക് എന്താ പൈസയും കാര്യങ്ങളും ഒന്നുമില്ല, എൻ്റെ ഹസ്ബൻഡൊക്കെ എന്നെ വിട്ടിട്ട് പോയതാ, പക്ഷെ എനിക്കുള്ളതിൽ നിന്നും ഒരു തുച്ഛമായ പങ്ക് ഞാൻ രേണുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആരാണ് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് അവരൊന്ന് സംസാരിച്ചു പോയതേ ഉള്ളൂ. ഇപ്പൊ അതിൽ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഷഫീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷഫീനയുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും. ശരിക്കും ഒരു പുരോഹിതൻ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് അതായത് ഒരു രാഹുൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ കിച്ചു എന്ന് പറയുന്ന അവന് മുന്നോട്ട് ജീവിതമുണ്ട്. അവന്റെ ജീവിതം നശിപ്പിക്കാനാണ് നിങ്ങൾ എല്ലാവരും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത അവൻ. കാരണം അവന്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അവൻ മെച്ചുവറായിട്ട് സംസാരിച്ച രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അവൻ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടായിരിക്കും. അല്ലെങ്കിൽ അന്നേ അവന് വീഡിയോ ഇടായിരുന്നു. അന്നൊന്നും അവൻ വീഡിയോ ഇട്ടില്ല. ഇന്നാണ് അവൻ വീഡിയോ ഇട്ടത്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോൾ ഒരു 10, 200 അല്ലെങ്കിൽ 2000, 3000 കൊടുത്തതിന് കണക്കും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഒരമ്മയും ഒരു മക്കൾക്ക് കൊടുത്തതിനോട് കണക്ക് പറയത്തില്ല. കണക്ക് പറഞ്ഞാൽ അവളെ അമ്മയല്ലാതാവുമെന്ന് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇത് ലോകം മുഴുവനും 100, 200, 300 ഒക്കെ കൊടുത്തിട്ട് ലോകം മുഴുവനും പറഞ്ഞു നടത്താം. അത് പറഞ്ഞാൽ അത് വീണ്ടും അവൾ കൊടുത്തു, അവളുടെ ഇത് തിന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കിച്ചുവിനോട് ഒരു കാര്യമേ പറയാനുള്ളൂ. തന്നത് എത്രയാണെന്നുള്ളത് കൂട്ടി നോക്കിയിട്ട് തിരിച്ചു കൊടുക്കും കിച്ചു. എന്തിനാ ഇങ്ങനെ പലരുടെയും വായിക്കാത്തൂടെ അല്ലെങ്കിൽ വായിന്ന് കേട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ എന്തായാലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആയിപ്പോയി. കാരണം ഒരു പുരോഹിതൻ വന്ന് ഇങ്ങനെ പറയുമ്പം, ഒരു അസുഖം വന്നു എന്ന് പറഞ്ഞിട്ട്
നമുക്ക് മറക്കും, നമ്മൾ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ മറക്കും. പക്ഷെ ആ അസുഖം എന്ന് പറയുന്ന ഒരു മനുഷ്യന് പശ്ചാത്താപിക്കാനുള്ള ഒരു സമയമാണ്. ഇപ്പം ഒരുപാട് കുടിയും വലിയും അങ്ങനെയൊക്കെ നടക്കുന്ന ഒരാൾക്കാർക്ക് ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും വിചാരിക്കും, ഞാനിത് കുടിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്കിപ്പം ഇതുപോലുള്ളൊരു സംഭവം. ഒരു 100-ൽ 90% ആൾക്കാർക്കെങ്കിലും വീണ്ടും വിചാരം ഉണ്ടാവും. ഈ രേണുവിനെ പോലെയുള്ള 10% ആൾക്കാർക്ക് അത് കാണത്തില്ല. സോ നിങ്ങളെല്ലാവരും കൂടെ ഒരു കുട്ടിയുടെ ജീവിതമാണ് നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്. അച്ഛൻ ഈ വയ്യ എന്ന് പറഞ്ഞൊരു സെന്റിമെന്റ്സിൽ ഒരു കുട്ടിയുടെ ജീവിതമാണ് നശിപ്പിക്കാൻ നോക്കുന്നത്. മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് കേൾക്കാതെ സോഷ്യൽ മീഡിയയിൽ എന്താണ് നടക്കുന്നത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ ചോറ് തിന്നുന്നവനൊക്കെ മനസ്സിലാവും ആരുടെ ഭാഗത്താണ് തെറ്റ്, അല്ലെങ്കിൽ ആര് കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളതെന്ന്. അപ്പം എനിക്ക് ഇനിയും എനിക്കൊന്നേ പറയാനുള്ളൂ, സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മാവുണ്ടെങ്കിൽ സത്യം തെളിയിക്കട്ടെ, സത്യം ജയിക്കട്ടെ, അല്ലെങ്കിൽ കിച്ചുവിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആ ആത്മാവ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഓടി വരാം. അതൊരിക്കും